ഹായ് ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളിന്ന് സ്ക്രഞ്ചീസ് ഉണ്ടല്ലോ, സ്ക്രഞ്ചീസിൻ്റെ ഒരു നമ്മൾ തലയിൽ കെട്ടുന്ന ഒരു സാധനം അതിൻ്റെ ഒരു ഹെയർ ബാൻഡ് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ റൂം ആട്ടോ ഇത്. നമ്മുടെ മേളത്തെ റൂം നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തേക്കാണ്. ഇത് കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ നമുക്കിത് മൊത്തം ഒന്ന് മേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നാണെങ്കിൽ ആ ഒരു ഹെഡ് ബാൻഡ് അപ്പോൾ ഇവിടെ ആട്ടോ തയ്യൽ മെഷീൻ ഇവിടെ ആട്ടോ ഇരിക്കുന്നത്. തയ്യൽ മെഷീൻ തന്നെ ഇരിപ്പുണ്ട്. അപ്പം സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു മെഷീൻ ഇവിടാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടൊക്കെ കയറി വന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പം എനിക്കാണെങ്കിൽ ഒരുങ്ങിയിട്ടൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. നാളെ ആണെങ്കിൽ എനിക്ക് പരീക്ഷയും കൂടെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്ക്രഞ്ചീസിൻ്റെ ആ ഒരു ഹെഡ് ബാൻഡാണ്. അപ്പോൾ ഞാൻ നല്ല നീളത്തിൽ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. നീളത്തിൽ കുറച്ച് വീതിയിൽ ഞാനിത് കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് നമുക്കിത് സൈഡ് വശം ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സൈഡ് വശം ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ആ ഹെയർ ബാൻഡിലോട്ട് കയറ്റി കൊടുത്താൽ മതി. അത്ര മാത്രമേ ഉള്ളൂ. ഭയങ്കര സിമ്പിളാണ് ഈ സാധനം ചെയ്യാൻ. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ പഫ് പോലെ ഇങ്ങനെ നമുക്കിങ്ങനെ ഇരുന്ന് സ്ക്രഞ്ചീസ് ഒക്കെ ഇരിക്കുമ്പോൾ പഫ് എന്നല്ല ഇങ്ങനെ പഫ് പോലെ ഇങ്ങനെ അത് ഇരിക്കുമല്ലോ, അങ്ങനെ അത് പറയുന്നത് തോന്നുന്നു. അപ്പോൾ അതുപോലെ ഇങ്ങനെ നമുക്കിങ്ങനെ മണ്ടവശം ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടി നല്ല നീളത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നല്ല വീതിയിലും എടുത്തിട്ടുണ്ട്, ആ ഒരു ഹെയർ ബാൻഡ് കയറത്തക്ക രീതിയിൽ. ഇനി നമുക്കിതിങ്ങനെ സൈഡ് വശം ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം. അത്ര മാത്രം ഇതിനകത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഞാൻ ഇങ്ങനെ മടക്കി നമുക്ക് ഈ വശമാണ് നമുക്ക് ഈ ഡിസൈനുള്ള വശമാണ് നമുക്ക് ഫ്രണ്ടിൽ വരേണ്ടത്. അതുകൊണ്ട് ഞാനിത് ബാക്കിലോട്ടാക്കിയിട്ട് ഇങ്ങനെ അങ്ങ് മടക്കുകയാണ്. ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് മെഷീനൊന്നും എടുക്കുന്നില്ലായിരുന്നു. തയ്യൽ മെഷീനൊന്നും നമുക്കിങ്ങനെ ഒന്നാമത് എനിക്ക് തയ്ക്കാൻ തന്നെ ഭയങ്കര മടിയാട്ടോ. അപ്പോൾ ഈ സംഭവം ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. പക്ഷെ നമുക്കിങ്ങനെ തയ്ച്ച് കഴിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. പക്ഷെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇങ്ങനെ കുറേ ഒന്നെങ്കിൽ എന്തെങ്കിലും നൂല് കയറത്തില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നൂല് വിട്ടു പോരും. അങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ ആ ഒരു ക്ഷമയും ആ ഒരു മൂഡും കാര്യങ്ങളൊക്കെ അങ്ങ് പോകും. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഒന്നും സെറ്റായില്ല കേട്ടോ. അപ്പോൾ അതാണ് ഞാനിങ്ങനെ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം പിന്നെ കുറേ തവണ ഇങ്ങനെ നൂലൊക്കെ കയറ്റി അത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് സംഭവം ഒന്ന് സെറ്റായിട്ടൊന്ന് വന്നത്. ക്ഷീണമാ പിള്ളേരെ, ക്ഷീണം. ആഹാ, കൊള്ളാമല്ലോ. പോരട്ടങ്ങനെ പോരട്ടെ. ഇങ്ങനെ വേണം തയ്ക്കുമ്പോൾ പോകാനല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കൊനസ്റ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തയ്ക്കുന്ന ആ ഒരു മൂഡ് അങ്ങ് പോകും. കൊള്ളാമല്ലേ? ലാസ്റ്റ് സൈഡിലാണ് ജസ്റ്റ് ഇവിടെ ലോക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഒരു സംഭവമുണ്ട്. ആ സംഭവം വെച്ച് ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങ് ലോക്ക് ചെയ്ത് കിടന്നോളൂ അങ്ങ്. അതുപോലെ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര സമയം വേണമെങ്കിലും തയ്ച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തയ്ക്കാൻ അങ്ങ് ആ ഒരു ഫ്ലോ അങ്ങ് പോകും. നമ്മൾ പഠിക്കുമ്പോഴാണെങ്കിലും അതുപോലെ ആട്ടോ. നമ്മുടെ ആ ഒരു സംഭവം നമ്മളിങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റിലത്തെ എൻ്റെ ഒന്ന് ലോക്ക് ചെയ്യുവാണ്. ഇങ്ങനെ ലോക്ക് ചെയ്താൽ പോലെ അല്ലേ? ഇങ്ങനെ ലോക്ക് ചെയ്താൽ മതി. മറ്റേ പോർഷൻ നമുക്കങ്ങ് തയ്ച്ചെടുത്താൽ മതി അങ്ങ്. അതുകൊണ്ട് ഈ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ലോക്ക് ചെയ്യുക കേട്ടോ. ലോക്ക് ചെയ്യും മീൻസ് ക്രോസ് ആയിട്ടൊന്ന് തയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ വിജയകരമായി തയ്ച്ചിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഷോൾ ചെയ്യുന്നതിന് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ തുണിയൊക്കെ വെട്ടി വെച്ചിരുന്നത്. പക്ഷേ ശരിയായില്ല. പിന്നെ അതങ്ങ് സ്ക്രഞ്ചീസിൻ്റെ ഹെഡ് ബാൻഡിലോട്ടായി. ക്ഷീണമാ മോനെ, ക്ഷീണം. പാടാണ് ഈ സംഭവം ഒന്ന് തിരിച്ചിടാൻ. ഞാൻ പേനയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ പെട്ടെന്ന് പോരുമെന്ന് തോന്നുന്നു. ഇപ്പം പേന ഇപ്പം ഇതിനകത്തായില്ല.
തിരിച്ചിടുന്നതാട്ടോ ഭയങ്കര പാടെന്ന് പറയുന്നത്. ഇങ്ങനെ മറ്റേ ഒരു സാധനമുണ്ട്. അതിലിങ്ങനെ പിടിച്ചാൽ ഒരു കമ്പി പോലത്തെ ഒരു ഐറ്റം ഉണ്ട്. അത് നമുക്ക് എനിക്ക് തോന്നുന്നു ഞാനത് ഏതൊരു വീഡിയോയ്ക്കകത്ത് ഞാനിങ്ങനെ കണ്ടതായിരുന്നു. അത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായി. ഇതിപ്പോൾ ഇച്ചിരി വലുതായതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ചെറുതൊക്കെയാണ് വരുന്നതെങ്കിൽ എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല കേട്ടോ, സത്യം പറയാമല്ലോ. നമ്മളിങ്ങനെ ചെയ്ത് കണ്ട് ആ ഒരു പരിചയത്തിലങ്ങ് ചെയ്യുന്നതാണ് കേട്ടോ. എന്തൊരു മെനക്കെട്ട പണിയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇത് കൊത്തി ഇന്ന് ചെയ്യുന്നതാണ്. മടിയൊന്നുമില്ല, നമുക്കങ്ങ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഹെയർ ബാൻ, കുറച്ച് വീതിയുള്ള ഹെയർ ബാൻ അത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാട്ടോ. ഓഫർ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. അത് ഒരു പാക്കറ്റിനകത്ത് ഏകദേശം ഒരു 12 എണ്ണം എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലൊന്ന് ഒന്ന് അടിവശം ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് സംഭവം സെറ്റ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾ നേരത്തെ പശ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു സ്ക്രഞ്ചീസ് ഹെഡ് ബാൻഡ് ഉണ്ടാക്കുന്നത്. സിമ്പിളായിട്ട് ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് തയ്യൽ മെഷീൻ വെച്ചിട്ടൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് തലയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ട് നല്ലൊരു സംഭവമാട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അപ്പോൾ നമ്മുടെ സാധനം ദാണ്ട് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇളകി പോരുവാന്ന് തോന്നുവാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ആദ്യം ഒന്ന് പശ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മണ്ടയ്ക്കൂടെ ഇങ്ങനെ ഒട്ടിച്ചും കൊടുത്താൽ മതി. അല്ലാതെ എനിക്ക് അറിയത്തില്ല കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. പക്ഷേ സാധനം നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഒരു വ്യത്യസ്ത സ്റ്റൈലല്ലേ ഇത്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം സമയം ഇപ്പോൾ ഏകദേശം 2:30 ആണോ അതോ 3:30 ആണോ? 2:30 3:30 ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പടയുന്ന പോയി പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നാളെ പരീക്ഷയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു. ബൈ.